ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റെസ്ലിംഗ് ന്യൂസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അടുത്തതായി നടക്കാൻ പോകുന്ന റോയൽ റംബിൾ എന്ന ഒരു ഇവൻറ്റിനെ കുറിച്ചിട്ടുള്ള ചില വാർത്തകളും വിശേഷങ്ങളുമാണ്. ഈ ഒരു മത്സരത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റിനെ കുറിച്ചിട്ട് പുറത്തു വരുന്ന ചില റൂമറുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും അധികം ആകാംക്ഷ നിറഞ്ഞ ഒരു WWE പേപ്പർ വ്യൂ ഇവൻ്റാണ് റോയൽ റംബിൾ എന്ന് പറയുന്നത്. സ്പെഷ്യലി അതിൻ്റെ 13 മാൻ റോയൽ റംബിൾ മാച്ച് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. WWE ഏറ്റവും അധികം സർപ്രൈസുകൾ ഒളിപ്പിച്ച് വെക്കാറുള്ള, ഏറ്റവും അധികം സർപ്രൈസുകൾ നിറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ് അതിലെ 13 മാൻ റോയൽ റംബിൾ മാച്ച്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഒരുപാട് സൂപ്പർ സ്റ്റാറുകളുടെ സർപ്രൈസ് റിട്ടേണുകളും സർപ്രൈസ് എൻട്രികളും സംഭവിക്കാറുള്ള ഒരു വിഭാഗമാണ് ഈ റോയൽ റംബിൾ മാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ആളുകൾ ഈ ഒരു മാച്ചിനെ വളരെയധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. മാത്രമല്ല ഇതിൻ്റെ വിജയി റസൽമേനിയയിലെ മെയിൻ ഇവൻറ്റിന് അർഹനാകുന്നതോടുകൂടെ ഈ ഒരു മത്സരത്തിനുള്ള പ്രാധാന്യം ഏറ്റവും അധികം വരുന്നത് ആ ഒരു നിലയ്ക്കാണ്. അപ്പോൾ ഇതിലെ വിജയി ആരാകും എന്നുള്ളതാണ് ഏറ്റവും അധികം ആകാംക്ഷ നിറഞ്ഞിട്ടുള്ള ഒരു എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാന കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് പുറത്തു വരുന്ന ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് ഈ ഒരു മത്സര വിഭാഗത്തിൽ അല്ലെങ്കിൽ റോയൽ റംബിൾ ഈ വർഷം വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് റോക്കിൻ്റെ പേരാണ് ഏറ്റവും അധികം പറയുന്നത്. നിലവിൽ നമുക്കറിയാം റോക്ക് ഇപ്പോൾ WWE ഭാഗമല്ല. വളരെയധികം തിരക്കുള്ള ഒരു ഹോളിവുഡ് നടൻ, ഹോളിവുഡിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സൂപ്പർ താരമായി മാറിയ റോക്ക് ഒരുപക്ഷെ റോയൽ റംബിളിൽ ഒരു സർപ്രൈസ് റിട്ടേൺ ഉണ്ടാകുമെന്നും അദ്ദേഹം റോയൽ റംബിൾ വിജയിക്കുമെന്നും ഒപ്പം തന്നെ അത് റസൽമാനിയ 35 അത് ബ്രോക്ക് ലെസ്നറെ നേരിടുന്ന ഒരു മത്സരം കൂടിയായി മാറുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. പക്ഷേ അത് എത്രമാത്രം സത്യമാകണമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ ഈ ഒരു വാർത്തയുടെ സത്യാവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു. കാരണം WWEക്ക് ഇപ്പോൾ ഏറ്റവും അധികം റോക്കിനെ പോലെയുള്ള ഒരു സൂപ്പർ സ്റ്റാറുകളുടെ തിരിച്ചുവരവിന് ഏറ്റവും ആവശ്യം നിലനിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ റോക്കിൻ്റെ ഈ ഒരു തിരിച്ചുവരവിന് സാധ്യത വളരെ കൂടുതലാണ് ഈ റോയൽ റംബിൾ മത്സരത്തിൽ. അപ്പോൾ റോമൻ റെയിൻസ് പോലുള്ള സൂപ്പർ സ്റ്റാറുകളുടെ അഭാവം, അതെല്ലാം റോക്കിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ WWEക്ക് ഏറ്റവും അധികമുള്ള ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോക്ക് പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ ഇപ്പോൾ ഈ ഒരു റോയൽ റംബിൾ വിജയിക്കുകയാണെങ്കിൽ അത് റസൽമേനിയയിലെ മെയിൻ ഇവൻറ്റിന് ഏറ്റവും മാറ്റുകൂട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് റോക്കിൻ്റേത്. രണ്ടാമതായി ഈ ഒരു വിഭാഗത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡ്രൂ മാക്കൻടയറിൻ്റെ. അപ്പോൾ ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ വർഷം ഡ്രൂ മാക്കൻടയർ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഡ്രൂ മാക്കൻടയർ ആകാം ഈ ഒരു വർഷത്തെ റോയൽ റംബിൾ വിജയി എന്നുള്ളതിനും വളരെയധികം സാധ്യതകൾ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഡ്രൂ മാക്കൻടയറിനെ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാറുകൾ ഉയർന്നു വരേണ്ടതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ WWE ഒരു ആവശ്യമാണ്. കാരണം സൂപ്പർ സ്റ്റാറുകളുടെ അഭാവം തന്നെയാണ് ഇപ്പോൾ WWE ഏറ്റവും ഒടുവിലായിട്ടുള്ള 2018 നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ റോയൽ റംബിൾ ഡ്രൂ മാക്കൻടയർ പോലുള്ള ഒരു സൂപ്പർ താരങ്ങൾ ഉയർന്നു വരേണ്ടത് ആവശ്യം WWEക്ക് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഉണ്ട്. മറ്റൊരു പേര് WWE ഈ റോയൽ റംബിൾ വിജയിക്കാനുള്ള സാധ്യത എന്നുള്ള പേരിൽ കേൾക്കുന്നത് AJ സ്റ്റൈൽസിൻ്റെ പേരാണ്. AJ സ്റ്റൈൽസ് ഇപ്പോൾ നമുക്കറിയാം നിലവിൽ AJ സ്റ്റൈൽസും ഡാനിയൽ ബ്രയനുമായിട്ട് WWE ചാമ്പ്യൻഷിപ്പ് മത്സരമുണ്ട്. എങ്കിലും ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് WWE ചാമ്പ്യൻഷിപ്പ് ഒരു പക്ഷേ അദ്ദേഹം വിജയിക്കില്ല എന്നും മാത്രമല്ല റോയൽ റംബിൾ മത്സരം വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും റോയൽ റംബിൾ മത്സരം വിജയിച്ച് അദ്ദേഹം റസൽമേനിയയിൽ ഒരു പക്ഷേ ബ്രോക്ക് ലെസ്നറെ നേരിടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നും ചില റൂമറുകൾ കേൾക്കുന്നു. അപ്പോൾ അതിൻ്റെ എത്രമാത്രം സാധ്യതയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ലാസ്റ്റ് ഒരു ബ്രോക്ക് ലെസ്നറുമായിട്ടുള്ള ഒരു മത്സരം അവസാന ഘട്ടത്തിൽ അത് ഡാനിയൽ ബ്രയനുമായിട്ട് മത്സരം പരാജയപ്പെട്ടതോടെ ആ ഒരു സാധ്യത ഇല്ലാതായതാണ്. അപ്പോൾ ബ്രോക്കും AJ സ്റ്റൈൽസുമായിട്ടുള്ള ഒരു മത്സരം ഒരുപക്ഷെ പാതി വഴിയിൽ നിന്നുപോയ ഒരു മത്സരം ഒരുപക്ഷെ അത് റസൽമേനിയ മെയിൻ ഇവൻ്റായിട്ട് ഒരുപക്ഷെ സംഭവിക്കാനുള്ള ഒരു സാധ്യത, എങ്കിലും അതിന് സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്തതായിട്ട് ഈ ഒരു ഇവൻറ്റിൽ സർപ്രൈസ് ആയിട്ടുള്ള എൻട്രീസ് ഉണ്ടാകാൻ പോകുന്നത് ആരെല്ലാം എന്ന് വെച്ചാൽ അതിന് പ്രധാനമായിട്ടും പറയുന്ന ഒരു പേരാണ് ഷോൺ മൈക്കിൾസിനെ നമുക്കറിയാം ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഡീജനറേഷൻ എക്സിൻ്റെ ഒരു റീയൂണിയനൊക്കെ സംഭവിച്ചു. അപ്പോൾ അദ്ദേഹം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച ഒരു ആളാണെങ്കിലും ഒരു റിട്ടയർമെൻറ്റിന് തിരിച്ചു വരവും അദ്ദേഹം മത്സരത്തിലേക്ക് തിരിച്ചു വരവൊക്കെ നടത്തുകയുണ്ടായി കഴിഞ്ഞ വർഷം. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഷോൺ മൈക്കിൾസും അണ്ടർടേക്കറുമായിട്ടുള്ള ഒരു മത്സരത്തിനുള്ള ഒരു സാധ്യതയാണ് ഏറ്റവും അധികം റൂമറുകൾ പറഞ്ഞു കേൾക്കുന്നത്.
ഷോൺ മൈക്കിളും അണ്ടർടേക്കറുമായിട്ടുള്ള ഒരു മത്സരം അതിൻ്റെ 2018 ആദ്യ ഘട്ടത്തിൽ മുതൽ പറഞ്ഞു കേട്ട് തുടങ്ങിയ റൂമറുകളാണ്. അപ്പോൾ അത് ഏകദേശം ശരിയാകണമെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകളും അഭ്യൂഹങ്ങൾ, അത് റൂമറുകൾ സൂചിപ്പിക്കുന്നത് 2019 ഈ വർഷം റോയൽ റംബിളിൽ അണ്ടർടേക്കറെ എലിമിനേറ്റ് ചെയ്യുന്നത് ഷോൺ മൈക്കിൾസ് ആയിരിക്കും. അണ്ടർടേക്കർ റോയൽ റംബിളിൻ്റെ ഭാഗമാകും എന്നും കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അണ്ടർടേക്കറെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു അണ്ടർടേക്കർ ഷോൺ മൈക്കിളിന് മത്സരത്തിൻ്റെ ഒരു ആരംഭം, അതിന് ആ ഒരു സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ ഈ ഒരു റോയൽ റംബിളിലാകാം എന്നുള്ള സാധ്യതയും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു റോയൽ റംബിളിൽ സർപ്രൈസ് എൻട്രി ചെയ്യാനുള്ള ഒരു സൂപ്പർ താരം എന്ന് പറയുന്നത് ജോൺ സീനയുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. ജോൺ സീന ഈ ഒരു വർഷത്തെ റോയൽ റംബിളിൽ ഒരു സർപ്രൈസ് എൻട്രി ആകും. അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായി എങ്കിലും ജോൺ സീനയുടെ ഒരു സാന്നിധ്യവും ഈ ഒരു മത്സരത്തിൽ ഉണ്ടാകുമെന്നും റൂമറുകളുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു മത്സരത്തിൽ റോയൽ റംബിളിൽ ഒരു പഴയ കാല ഒരു സൂപ്പർ താരമായിട്ടുള്ള ഹൽക്ക് ഹോഗനും ഈ ഒരു വർഷം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ഓൾറെഡി WWE ഇപ്പോൾ അദ്ദേഹം കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രമോ, അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രമോ ഹൽക്ക് ഹോഗൻ്റെ ഒരു എൻട്രൻസോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു റോയൽ റംബിൾ ഇവൻറ്റിൻ്റെ ഒരു പ്രമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നുമായിരിക്കും ഈ ഒരു ഇവൻറ്റിൻ്റെ തുടക്കം എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്ന ചില വാർത്തകൾ. അപ്പോൾ ഇതെല്ലാമാണ് റോയൽ റംബിളിനെ കുറിച്ചിട്ട് ഇപ്പോൾ നിലവിലുള്ള ചില പുറത്തു വരുന്ന വാർത്തകൾ. ഈ വാർത്തകൾ എത്രമാത്രം സത്യമാകണമെന്ന് 100% നമുക്ക് ഇതിൻ്റെ ആധികാരികത പറയാൻ സാധിക്കില്ല. എങ്കിലും ഇത് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പുറത്തു വരുന്ന ചില റൂമറുകൾ മാത്രമാണ്. അപ്പോൾ റൂമറുകൾ എത്രമാത്രം സത്യമാകണമെന്ന് നമുക്ക് മത്സരം കണ്ട് തന്നെ, അല്ലെങ്കിൽ റോയൽ റംബിൾ ഈ ഒരു ഇവൻറ്റ് കണ്ട് തന്നെ നമുക്ക് തീരുമാനിക്കേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും വളരെ എക്സൈറ്റ്മെൻറ്റുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു ഇവൻ്റായി മാറും റോയൽ റംബിൾ എന്നതിൽ സംശയമില്ല. കാരണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറക്കാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്ന് മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.